4 വയസ്സുകാരൻ മകനെ കൊന്ന് ട്രാവൽ ബാഗിലാക്കി കടന്നുകളയാൻ ശ്രമിച്ച അക്രൂരയായ അമ്മ സുജന സേത്ത് ആരാണ്? ബംഗളൂരുവിലെ ഒരു ബിസിനസ് സംരംഭകയാണ് സുജന സേത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് മൈൻഡ്ഫുൾ AI ലാബ്സിന്റെ സ്ഥാപക CEO ആണ് സുജന സേത്ത്. ഡാറ്റ അനലിസ്റ്റ് ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തിക്സ് അനലിസ്റ്റ് ആണ്. ഒപ്പം തന്നെ ഹാർവാർഡ് സർവകലാശാലയിലായിരുന്നു സുജന സേത്തിന്റെ പഠനം. 12 വർഷമായി ഈ രംഗത്ത് സജീവമാണ് സുജന സേത്ത്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ഫെലോയാണ്. AI എത്തിക്സ് പട്ടികയിൽ ആദ്യ 100 പേരിൽ ഉൾപ്പെടുന്നയാളുകൂടിയാണ് സുജന സേത്ത്. സുജന സേത്താണ് ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത്. ബംഗളൂരുകാരിയാണെങ്കിലും ഗോവയിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. 2010 സുജന സേത്തിന്റെ വിവാഹം നടക്കുന്നത്. വെങ്കിട്ട് രാമൻ എന്ന് പറയുന്ന ആളുമായിട്ടായിരുന്നു സുജന സേത്തിന്റെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം 2019 ഇവർക്ക് മകൻ ജനിക്കുന്നത്. 2020 ഇവർ വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ വിവാഹമോചന ഹർജിയിൽ ഇതുവരെയും തീർപ്പായിട്ടില്ല. അതിനിടയിലാണ് ഈ വെങ്കിട്ട് രാമന് കുട്ടിയെ കാണാൻ കോടതി അനുമതി നൽകുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും അച്ഛനായ വെങ്കിട്ട് രാമന് ഈ കുഞ്ഞിനെ കാണാൻ അനുമതി നൽകിയത് വലിയ തോതിലുള്ള വൈരാഗ്യമാണ് സുജന സേത്തിൽ ഉണ്ടാക്കിയത്. ഈ അച്ഛന് മകനെ കാണാൻ അനുമതി നൽകിയതിലുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് സുജന സേത്ത് പോലീസിന് മൊഴിയായി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ജനുവരി 6 സുജന സേത്ത് മകനുമൊത്ത് ഗോവയിലേക്ക് പോകുന്നു. ഗോവയിൽ ഒരു ലക്ഷൂറിയസ് ആയ ഒരു റിസോർട്ടിൽ ഇവർ താമസിക്കുന്നു. അതിനുശേഷം 2 ദിവസം താമസിച്ച് 8 തീയതി പുലർച്ചെ ഇവർ ഇവിടെ നിന്ന് തനിക്ക് ബംഗളൂരുവിലേക്ക് അത്യാവശ്യമായി തിരിച്ചു പോകേണ്ടതാണ്, അതുകൊണ്ട് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരണം എന്ന് ഹോട്ടൽ ജീവനക്കാരോട് പറയുന്നു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ അപ്പോൾ വിമാനത്തിൽ പോകുന്നതല്ലേ ചെലവ് കുറവ്, അതുകൊണ്ട് തന്നെ എന്തിനാണ് ടാക്സി വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷേ തനിക്ക് ടാക്സി മതി എന്ന് സുജന സേത്ത് നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ ടാക്സി അറേഞ്ച് ചെയ്യുന്നു. സുജന സേത്ത് വലിയൊരു ട്രാവൽ ബാഗുമായി ടാക്സിയിൽ കയറുന്നു. ശ്രദ്ധിക്കണം, ഈ സുജന സേത്ത് എത്തുമ്പോൾ മകനുണ്ടായിരുന്നു, പക്ഷേ തിരിച്ചു പോകുമ്പോൾ അവർ ഒറ്റയ്ക്കാണ് പോകുന്നത്. തുടർന്ന് ഇവരുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ജീവനക്കാർ എത്തിയപ്പോഴാണ് രക്തക്കറ കാണുന്നത്. ഇതിൽ സംശയം തോന്നിയ ജീവനക്കാർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഈ രക്തക്കറ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള രക്തക്കറയാണ് എന്ന് മനസ്സിലാക്കി. തുടർന്ന് ഈ ടാക്സി ഡ്രൈവറെ പോലീസ് വിളിക്കുന്നു. അങ്ങനെ ടാക്സി ഡ്രൈവറുമായി സംസാരിച്ചപ്പോഴാണ് ഇത് തനിക്ക് ആർത്തവ രക്തമാണ്, തനിക്ക് ആർത്തവ കാലത്താണ് താൻ ഉള്ളത്, അതുകൊണ്ട് തന്നെ ആർത്തവ രക്തമാണ് എന്ന് പറഞ്ഞൊഴിയാൻ ഇവർ ശ്രമിച്ചു. ഒപ്പം തന്നെ മകനെ ഒരു അവധിക്കാലം ചെലവഴിക്കുന്നതിന് വേണ്ടി ഗോവ സൗത്തിൽ അയച്ചിരിക്കുകയാണ്, ഫ്രണ്ട്സിനോടൊപ്പം അയച്ചിരിക്കുകയാണ് എന്നൊരു മറുപടിയും ഇവർ നൽകി. ഒപ്പം അഡ്രസ്സും നൽകി. പോലീസ് വെരിഫൈ ചെയ്തപ്പോൾ ഈ അഡ്രസ്സ് തെറ്റാണ് എന്ന് തെളിഞ്ഞു. തുടർന്ന് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സുജന സേത്തുമായി പോകാൻ ഡ്രൈവർക്ക് രഹസ്യമായി പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ ചിത്രദുർഗ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സുജന സേത്തുമായി ഡ്രൈവർ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ പോലീസ് പരിശോധിച്ചു. ഈ ട്രാവൽ ബാഗ്, സുജന സേത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ട്രാവൽ ബാഗ് പരിശോധിച്ചു. അതിനകത്ത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ക്രൂരമായ കൊലപാതകം പുറം ലോകം അറിയുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരു ശതകോടീശ്വരിയാണ് ഇപ്പോൾ ഇങ്ങനെ മകനെ കൊന്ന് ട്രാവൽ ബാഗിലാക്കി കടന്നു കളയാൻ ശ്രമിച്ച സുജന സേത്ത് എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.